സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ബീഹാർ 2025 ഇലക്ഷൻ റിസൾട്ട് അങ്ങനെ പരിപൂർണമായ ഏതാനും നിമിഷങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളിൽ മാത്രമേ ഉള്ളൂ. തൽക്കാല സ്ഥിതി വിവര കണക്കനുസരിച്ച് ബീഹാറിൽ മൊത്തം ഉള്ള സീറ്റ് എന്ന് പറയുന്നത് 243 അപ്പോൾ അതിൽ ഇന്ത്യ സഖ്യത്തിന് 79 സീറ്റും NDA സഖ്യത്തിന് 160 സീറ്റുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ചില ചെറിയ പാർട്ടികൾ അടങ്ങുന്ന മറ്റ് പാർട്ടികൾക്കെല്ലാം കൂടെ 4 സീറ്റ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക് ലേറ്റസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്താലും ശരി, ജനവിധി എന്ന് പറയുന്നത് മാറ്റിമറിക്കാനും അതിൽ കള്ളത്തരം കാണിക്കാനും എല്ലാം NDA എന്ന് പറയുന്നത് നേരത്തെ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചു. ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകളും ആളുകളും ബാക്കിയുള്ള ഭരണ സംവിധാനങ്ങളും അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെ വോട്ട് പെട്ടികളിൽ തന്നെ പിന്നെ മറിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ ഇന്നലെയും മെനങ്ങാന്നുമായിട്ടൊക്കെ ടെലിവിഷനിലൊക്കെ വന്നതാണ്. എന്തായാലും ശരി, ജനവിധി എങ്ങനെയാണ് എന്ന് നമുക്ക് 100% സത്യസന്ധമായി പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഭരണ വ്യവസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ശരി, ബീഹാറിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. ഇവിടെ ഇപ്പോൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണോ ഇനി BJPയുടെ നേതൃത്വത്തിലാണോ അവിടെ ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാനൊക്കില്ല. കാരണം ഇതുവരെ നിതീഷ് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വന്നിരിക്കുന്നത് BJP ആണ്. അപ്പോ എന്തായാലും ശരി, നമുക്കിനി കാത്തിരുന്ന് കാണാം. എല്ലാ ഭാവുകങ്ങളും പുതിയ ഗവൺമെന്റ് നേരുകയാണ്. ജനവിധി അട്ടിമറിക്കപ്പെട്ടു എന്നാണ് സാധാരണ ജനങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതും അഭിപ്രായപ്പെടുന്നതും. അപ്പോൾ വോട്ടുകളുള്ള ഹരിയാനയിൽ നടന്നു, ഡൽഹിയിൽ നടന്നു, ബാക്കി UPയിൽ നടന്നു, അങ്ങനെ മഹാരാഷ്ട്രയിൽ നടന്നു. വോട്ടുകൊള്ള നടന്നില്ലെങ്കിൽ അവർ ആളുകളെ പൈസ കൊടുത്തു പിന്നെ MLA-മാരെയും ബാക്കിയുള്ള ഭരണം നേടിയെടുക്കാൻ വേണ്ടി അവരെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതാണ് BJPയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മുടക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും ആവശ്യം പോലെ അവർക്ക് കൊടുക്കാനായിട്ട് ആളുണ്ട്. ഈ രാജ്യത്തെ മുതലാളിമാർ, അതായത് ഇന്ത്യ ഭരിക്കണം, ആര് ഭരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗുജറാത്തുകാരാണ്. 2 ഗുജറാത്തി ഭരണാധികാരികളും 2 ഗുജറാത്തിയിലെ വ്യവസായ വമ്പന്മാരും. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും കോൺട്രാക്ട് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മോഡി ലോകം മൊത്തം യാത്ര ചെയ്യുന്നത് അവർക്ക് വേണ്ടി. അപ്പോൾ മോഡി എന്ന് പറയുന്നത് അദാനിയുടെയും അംബാനിയുടെയും ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കോൺട്രാക്ട് സംഘടിപ്പിച്ചു കൊടുക്കുക എന്നാണ് മോഡിയുടെ പണി. അപ്പോൾ മോഡിക്ക് വേണ്ടി, മോഡിയുടെ പാർട്ടിക്ക് വേണ്ടി എത്ര കോടി വേണമെങ്കിലും അവർ മുടക്കുകയും ചെയ്യും. എന്തായാലും ശരി, ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിലാണ്. ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും. നേപ്പാളിലും പാകിസ്ഥാനിലും പണ്ട് നടന്നിട്ടുണ്ട്. നേപ്പാളിലും ബംഗ്ലാദേശിലും ഈ ശ്രീലങ്കയിലും ഒക്കെ നടന്നതുപോലെ ഒരു മുന്നേറ്റം, ജനമുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടായാലേ ഈ കപട രാഷ്ട്രീയക്കാരുടെ തനിനിറം നമുക്ക് കിട്ടുകയുള്ളൂ. അവരെല്ലാം ഓടിച്ചുവിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ജനാധിപത്യം, മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് 16 ലക്ഷം ഇന്ത്യക്കാരുടെ ജീവൻ ബലി കൊടുത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ആ രാജ്യത്ത് സമാധാനവും സുരക്ഷിതത്വവും നൽകാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഇങ്ങനെ വോട്ട് മറിച്ച് അധികാരം നിലനിർത്തുന്നതെന്ന് ഇതൊരു പാഠമാണ്. നമ്മൾ കണ്ടതാണ്. ലോകത്തിന്റെ എല്ലാ കാനഡയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ പോയി ഭീകരന്മാരെ കൂട്ടക്കൊല എന്ന് പറയാനൊക്കില്ല. 2-3 പേര് അജിത് ഡോവലിന്റെ പിള്ളേരിറങ്ങി തീർത്തിട്ട് ഇവിടെ വരുന്നുണ്ട്. അവർ പുറത്തു പോയി തീർക്കും. പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് ബോംബ് സ്ഫോടനങ്ങളും അതും ഇതുമെല്ലാം ഉണ്ടാവുന്നത് അവർ കാണുന്നില്ല, കണ്ടടയ്ക്കുകയാണ്. അപ്പോൾ പശു ഇറച്ചി കൊണ്ടുപോയാൽ വരെ അവർ മണത്തെ പിടിച്ച് അതിൻ്റെ ആളുകളെ അടയ്ക്കും, അറസ്റ്റ് ചെയ്യും, വേണമെങ്കിൽ തല്ലിക്കൊല്ലും. പക്ഷേ ഈ ബോംബുമായിട്ട് വരുന്ന വണ്ടി ആയിരുന്നാലും ശരി, വാഹനങ്ങളായിരുന്നാലും ശരി, പിന്നെ ഭീകരന്മാരായിരുന്നാലും ശരി പിടിക്കാനുള്ള കഴിവില്ല. ഇന്ത്യക്കകത്ത് കയറി പാകിസ്ഥാനിൽ നിന്ന് 4 ഭീകരന്മാർ വന്ന്
ഇവിടെ എത്രയെങ്കിലും ആളുകളെ വെടിവെച്ച് വന്നിട്ട് അവർ സുഖമായിട്ട് ഇറങ്ങിപ്പോയി. നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി എന്തിനാണ്, നമ്മുടെ മിലിറ്ററി എന്തിനാണ്, നമ്മുടെ വ്യോമ സംവിധാനങ്ങൾ എന്തിനാണ്, നമ്മുടെ നേവി എന്തിനാണ്? അപ്പോൾ എന്തും ഇന്ത്യയിൽ നടക്കും, നടത്തുന്നതാണിത്, അല്ലാതെ വേറൊന്നുമല്ല. കടന്നു വരാൻ അവർക്ക് അവസരം ഉണ്ടാക്കുക, തിരിച്ചു പോകാൻ അവസരം ഉണ്ടാക്കുക. ഇതൊക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ അത്രയും പൊട്ടന്മാരല്ല ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. പക്ഷെ ഇവിടെ മോഡിക്കും മോഡിയുടെ സംഘപരിവാർ ശക്തികൾക്കും ഓശാന പാടുന്നവരാണ്. കാരണം അവർക്കെല്ലാം കിട്ടേണ്ട ഫണ്ടുകൾ സമയസമയത്ത് കിട്ടിയ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ വളർന്നു. അതാണ് കാര്യം. അപ്പോ മീഡിയകളെല്ലാം മോഡിയുടെ സ്തുതി പാഠകരായിരിക്കും. മോഡി എന്ന് പറഞ്ഞ എന്തോ വിശ്വഗുരുവാണ്, എന്തോ സംഭവമാണെന്ന് ജനങ്ങളുടെ ഇടയിൽ വരുത്തി തീർക്കണം. പക്ഷെ സാധാരണ ജനങ്ങൾക്കറിയാം മോഡി ആരാണെന്ന്. എന്തായാലും ശരി, നമ്മുടെ ജനാധിപത്യ അപകടത്തിലാണ്. ജനാധിപത്യം, സത്യസന്ധമായ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയിൽ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങൾ ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നാളെ ഒരു ദിവസം വരും, ഇതിനെല്ലാം പ്രതികാരം ചോദിക്കണം. അതാണ് ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.